വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഈ റംദാൻ ടൈമിലേക്ക് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. അതേപോലെ തന്നെ കുട്ടികൾക്കായിരുന്നാലും ലഞ്ചിനൊക്കെ കൊടുത്തേക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. ഇത് ചൂടാറിയാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും. ഇത് ആലു പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചിക്കൻ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ചിക്കനാണ് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. ഈ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുന്നതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് ചിക്കനും ക്യാപ്സിക്കും ഒക്കെ ചേർത്തിട്ടാണ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ മസാല മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കും. ഈ മസാല നിങ്ങൾക്ക് ഒരു 3-4 ദിവസം വരെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനും പറ്റും. എന്നിട്ട് ചിക്കൻ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ആ മസാല വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഇതിലേക്ക് പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദപ്പൊടി കൊണ്ട് മാത്രമല്ല, മൈദപ്പൊടിയും ഗോതമ്പൊടിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്കുള്ള പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയിൽ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും നല്ല ഇഷ്ടമാവും ഇത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചിക്കൻ പൊറോട്ടയാക്കാന്ന്. ഈ പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ചേർക്കുക, 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. ഞാനിവിടെ 1/4 കപ്പ് മൈദപ്പൊടി എടുത്തപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് മൂന്നും കൂടിയിട്ട് ഏറ്റവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചിട്ടെടുക്കുക. ഇത് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ അത്രയ്ക്ക് ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്. കുറച്ച് വെള്ളം പോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് കൂടി വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് ഈ പൊറോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാണ്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് എല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ഒഴിക്കുക. ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇരിക്കാനും ഇതേപോലെ കുഴച്ചെടുക്കേണ്ടി വരും. മാവ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കണം. കുറച്ച് ലൂസായിട്ട് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈറ്റായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കരുത്. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. ഇതിലേക്കുള്ള ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ഒഴിക്കുക. ഞാൻ അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഈ ചൂടായ ഓയിലിലേക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഞാൻ അതേപോലത്തെ ഒരു 4 വലിയ വെളുത്തുള്ളിയും ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇത് ഒന്ന് ചതച്ചിട്ട് വേണം കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ പതുക്കെ കുറച്ച് വയ്ക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ വെച്ചാണ് ചേർത്തേക്കുന്നത്. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ വെച്ചാണ് ചേർത്തത്. അപ്പം മസാലപ്പൊടികളെല്ലാം ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 225 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ചേർക്കുന്നത്. ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. കുരുമുളക് പൊടിയും ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കുറേശ്ശെ വെള്ളം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇത് ഇളക്കിയിട്ട് കൊടുത്തിട്ട് തീ പതുക്കെ കൂട്ടി വയ്ക്കുക. ഇത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ തീ കൂട്ടി വയ്ക്കരുത്. ഇതിലേക്ക് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്. മൂടി വയ്ക്കുക. ഇപ്പോൾ
ചിക്കൻ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർക്കുക. ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കുക. ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കുക. ഞാനിവിടെ ഗ്രീൻ കളറും റെഡ് കളറും ഉള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്യാപ്സിക്കം എടുക്കുക. ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. 2 ക്യാപ്സിക്കം കൂടിയിട്ട് ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുണ്ട്. അത് ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കുക. അത് ചിക്കൻ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ക്യാപ്സിക്കം ചേർത്താൽ മതി. ക്യാപ്സിക്കം കൂടുതൽ കിടന്ന് വെന്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇതിലേക്ക് മല്ലിയില ചേർക്കുക. മല്ലിയിലയും ചേർക്കുന്നതിന് ഒരു കറക്റ്റായിട്ടൊരു അളവില്ല. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കുക. ഇതൊരു 2 മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കുക. ആ കസൂരി മേത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവയുടെ ഇല ഉണക്കിയെടുത്തതാണ്. അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഫില്ലിങ്ങിനുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഈ കറി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടും ചിക്കനിൽ വെള്ളം പോലെ ഉണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അത് ഇതിലേക്ക് നിങ്ങൾ ചിക്കൻ ചേർക്കാൻ പോകുന്നതിന് മുമ്പ് ചിക്കൻ നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കറി റെഡി ആയി കഴിഞ്ഞാലും ഇതിനകത്ത് ചെറുതായിട്ട് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളം പാടില്ല. ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ തുറന്ന് വെച്ചിട്ട് ഇതേപോലെ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ക്യാപ്സിക്കം ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം. ക്യാപ്സിക്കം ഒരുപാട് നേരം ഇട്ടിട്ട് ക്യാപ്സിക്കം വേവിക്കരുത്. ക്യാപ്സിക്കം കൂടുതൽ നേരം വെന്തിട്ടുണ്ടെങ്കിലും ആ ക്യാപ്സിക്കത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ മസാലയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ചിക്കൻ മസാല ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചേക്കണം മാവിൽ നിന്ന് കുറേശ്ശെ മാവ് എടുക്കുക. ഇത് കൈമ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് കൈമ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. അത് ഓയിൽ 2 കൈമ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കൈമ ഒട്ടി പിടിക്കും. ഇനി ഓരോ ചെറിയ ബോളാക്കിയിട്ടെടുക്കുക. ഇത്രയ്ക്ക് വലിപ്പമുള്ള ഓരോ ബോളാക്കിയിട്ടെടുക്കുക. ഈ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ലൂസായിട്ട് ഇരിക്കുകയും ചെയ്യണം മാവ്. അത് നിങ്ങൾ മറക്കരുത്. ഇത് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ പതുക്കൊന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് വയ്ക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് വയ്ക്കുക. ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഓരോ സൈഡിൽ നിന്നും ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. മാവ് കുറച്ച് ലൂസായിട്ടിരിക്കണം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. ഈ നമ്മൾ ചപ്പാത്തിയുടെ പോലെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കണം. ഇത് പരത്തിയെടുക്കാൻ പോണതിന് മുമ്പ് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്ന് വിതറി കൊടുക്കണം. ഏത് പൊടിയായിരുന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ പൊടി വിതറി കൊടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വലിയ റൗണ്ടിന് പൊടി വിതറി കൊടുക്കണം. കാരണം ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പൊടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി ഇത് വെക്കുമ്പോൾ ഈ ഫോൾഡ് ചെയ്തേക്കുന്ന ഭാഗം അടിയിലായിട്ട് വരണം. ഇതിങ്ങനെ കമത്തി വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് പൊടിയുണ്ട്, ചെറുതായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് ഇതിങ്ങനെ അതൊക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി ഇത് ചപ്പാത്തി പോലെ വെച്ചിട്ട് അധികം ബലം കൊടുക്കാണ്ട് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കുക.
നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കുക. ഈ ചപ്പാത്തി കോലുമേയും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് പൊടിയൊന്നും ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് എത്ര കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്താം. പിന്നെ ഒരുപാട് ബലം കൊടുത്തിട്ട് പരത്തരുത്. ഒരുപാട് ബലം കൊടുത്ത് പരത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള ഈ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇത് നല്ല കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നീക്കി വയ്ക്കുക. ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇട്ടേക്കണ പൊടി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കൈ കൊണ്ടൊന്ന് തട്ടിക്കളയാം. ഇത് നീക്കി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 3 ചിക്കൻ പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. 3 ചിക്കൻ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയ്ക്കും ചിക്കൻ മസാല ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കണ ചിക്കൻ മസാല വെച്ചിട്ട് നമുക്കൊരു 8 ചിക്കൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ബാക്കി വന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടാവണം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിങ്ങനെ പാനിൽ വെച്ച് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ കൈ കൊണ്ട് ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കുക. കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴായിരിക്കും ഇതിങ്ങനെ തിരിച്ച് മറിച്ചിടുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരാം. കുറേശ്ശെ ഓയിൽ ഈ സൈഡിൽ കൂടെയും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മറ്റേ സൈഡ് തിരിച്ചിടാം. ഇത് ഓരോ സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുക. ഒരു സൈഡ് മാത്രം മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. 2 സൈഡും ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊമ്പളച്ച് വരും. ഇത് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചിക്കൻ്റെ ഫില്ലിംഗ് ആയിട്ടിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത്.